വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ സംബന്ധിച്ച വിവരങ്ങളിലേക്ക് തന്നെ പോവുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് മരണം 41 കടന്നിരിക്കുകയാണ്. വിവരങ്ങളുമായി റിയാസ് കെമാർ ചേരുന്നുണ്ട്. റിയാസ്, എങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? കാളിദാസ്, മരണം 41 കവിയുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങേറ്റം ദാരുണമായ ദുരന്തപൂർണമായ ഭൂമിയായി വയനാട് മാറുന്നു. വയനാട് മുണ്ടക്കൈയും മേപ്പാടിയും എല്ലാം മാറുന്നു. ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഒപ്പം തന്നെ അട്ടമലയിലുമായി ഉണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 41 ആകുന്നു എന്നുള്ളത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി ഈ വയനാട്ടിലെ ഉരുൾപൊട്ടൽ മാറുന്നു. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി സംഭവിച്ച ആദ്യത്തെ ഉരുൾപൊട്ടൽ, തുടർന്നുണ്ടായ 3 ഉരുൾപൊട്ടലുകൾ കൂടാതെ അതേ തുടർന്ന് പുഴ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം, നിരവധി വാഹനങ്ങൾ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം, വീടുകളും കടകളും മണ്ണിൽ പുതയുന്നു, നിരവധി വീടുകളിലും കടകളിലും ചെളി കയറുന്നു. ഇപ്പോഴും രക്ഷാപ്രവർത്തനം കൃത്യമായി നടത്താനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയിട്ടില്ല. മഴ നേരിയ തോതിൽ തുടരുന്നുണ്ട്. അത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുന്നുണ്ട്. NDRFന്റെ കൂടുതൽ സംഘങ്ങളെ വയനാട്ടിലേക്ക് എത്തിക്കുന്നു. കണ്ണൂരിൽ നിന്നുള്ള സൈന്യത്തിന്റെ രണ്ട് ടീമിനെ കണ്ണൂരിൽ നിന്നും വയനാട്ടിലേക്ക് പുറപ്പെട്ടു. കോഴിക്കോട് നിന്നും സൈന്യത്തിന്റെ 2 സംഘങ്ങൾ വയനാട്ടിലേക്ക് പുറപ്പെടുന്നു. കോയമ്പത്തൂരിൽ നിന്നും 2 ഹെലികോപ്റ്ററുകൾ എത്തിച്ചെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് അവിടെ ഇറക്കാനാകാത്ത സ്ഥിതി, എയർലിഫ്റ്റിംഗ് സാധ്യമാകാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത്. തുടർന്ന് ഈ എയർലിഫ്റ്റിംഗ് സംവിധാനത്തിന് വന്ന ഹെലികോപ്റ്ററുകൾ കോഴിക്കോട് തിരിച്ചിറക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം നിരവധി സ്വകാര്യ സംരംഭകരുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നു. കോഴിക്കോട് നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട ആശുപത്രി വയനാട് ചൂരൽമലയിലെ ദുരന്ത ഭൂമിയിലേക്ക് 3 എമർജൻസി വിഭാഗത്തെയും ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള 10 അംഗ വളണ്ടിയർ സംഘത്തെയും മൊബൈൽ മെഡിക്കൽ സംവിധാനം ഉൾപ്പെടെ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. NDRFന്റെ ഒരു സംഘം അവിടെയുണ്ട്. ആ NDRFന്റെ സംഘം, കൂടുതൽ സംഘങ്ങൾ വരുന്നു. കോഴിക്കോട് നിന്നുള്ള സംഘം പുറപ്പെട്ടു കഴിഞ്ഞു. കൊല്ലത്ത് നിന്നുള്ള സംഘം വരുന്നു. NDRFന്റെ 4 സംഘങ്ങൾ ഇന്ന് ഉച്ചയോടുകൂടി എത്തുന്നു. രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഹെലികോപ്റ്റർ അവിടെ തിരിച്ചിറക്കാനാവാത്ത സാഹചര്യത്തിൽ വയനാടിന്റെ ഹൃദയം തകർത്തുകൊണ്ട് ഇതാ മരണം 41 ആകുന്നു. അതിനിടയിലും ഒരു നേരിയ ആശ്വാസം പകരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, ഒരു 8 വയസ്സുകാരനെ വീടിനകത്ത് കുടുങ്ങിപ്പോയ 8 വയസ്സുകാരനെ രക്ഷാപ്രവർത്തകർക്ക് രക്ഷിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ള ഒരു നേരിയ ആശ്വാസം ഉണ്ടാകുന്നുണ്ട്. ഇതിൽ ഈ 41 പേരിൽ മരിച്ചവരിൽ 41 പേരിൽ 3 പേർ കുട്ടികളാണ്. ഒരു വിദേശ പൗരനുണ്ട്. ഈ ഇരു മേഖലകളുമായി 400ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ട് കഴിയുകയാണ് ഇപ്പോഴും. അവിടങ്ങളിലേക്ക്, അതായത് മുണ്ടക്കൈയിലേക്കും അട്ടമലയിലേക്കും ഇപ്പോഴും രക്ഷാപ്രവർത്തകർക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അവർ വടം കെട്ടിക്കൊണ്ടുള്ള അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തുന്നു. റോഡിൽ വന്നടിഞ്ഞ മണ്ണും മരവും നീക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടത്തുന്നു. ആരും രക്ഷിക്കാൻ എത്താത്തതിന്റെ ഒരു വേദനയിൽ പലരും ആ വീടുകളിൽ കഴിയുന്നുണ്ട്. മുണ്ടക്കൈയിലെയും അട്ടമലയിലെയും വീടുകളിൽ വേദനയോടുകൂടി കഴിയുന്നുണ്ട്. മുണ്ടക്കൈയിലെ ട്രീവാലി റിസോർട്ടിൽ നാട്ടുകാരായ 100-ലധികം പേർ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിൽ വിദേശികളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരമുണ്ട്. മാത്രമല്ല, ഈ കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും സൈന്യം അവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുക തകർന്നുപോയ പാലത്തിന് സമാന്തരമായി ഒരു പാലം നിർമ്മിച്ചുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ പാലം നിർമ്മിക്കും. അതിനുശേഷം കുടുങ്ങിക്കിടക്കുന്നവരെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് സൈന്യം എത്തുന്നത്. ഈ ഹെലികോപ്റ്റർ വയനാട്ടിലേക്ക് പോകാനാകാതെ കോഴിക്കോട് ഇറക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ കാലാവസ്ഥ അനുകൂലമാകുകയാണെങ്കിൽ എയർലിഫ്റ്റിംഗ് സാധ്യമാകുന്ന ഒരു ഘട്ടത്തിൽ കോഴിക്കോട് നിന്നും ഈ ഹെലികോപ്റ്റർ പിന്നീട് വയനാട്ടിലേക്ക് പുറപ്പെടും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും റിയാസ്, അതേപോലെ തന്നെ പരിക്കേറ്റവരുടെയും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു 70-ലധികം പേർ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത്. ഇതിന്റെ ഈ ഒരു എണ്ണത്തിൽ ഇപ്പോൾ ഉയർച്ച വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ പേർ പരിക്കേറ്റ കൂടുതൽ പേരെ രക്ഷിക്കാനായിട്ടുണ്ടോ? അതേപോലെ തന്നെ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നവരുടെ കൂടുതൽ വിവരങ്ങൾ എത്തരത്തിലാണ് ലഭിക്കുന്നത്? 400ഓളം കുടുംബങ്ങളാണ്, കുടുംബങ്ങളാണ്, ആളുകളുമല്ല, 400ഓളം കുടുംബങ്ങൾ. അതിൽ എത്ര പേരുണ്ട് എന്നുള്ളത് വ്യക്തത കൈവരേണ്ടതുണ്ട്. ആ 400ഓളം പേർ ഇപ്പോഴും ഈ 2 മേഖലകളുമായി കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ രക്ഷപ്പെടുത്തി ഇങ്ങോട്ടേക്ക് എടുക്കണമെങ്കിൽ തന്നെയും
പ്രധാനമായും സൈന്യം തന്നെ വരേണ്ടുന്ന ഒരു സാഹചര്യമാണ്. NDRF സംഘത്തിന് പോലും അവിടത്തേക്ക് മുണ്ടക്കയിലേക്ക് NDRF സംഘം എത്തിയിട്ടുണ്ടെങ്കിൽ കൂടിയും അവർക്ക് കൃത്യമായ രീതിയിൽ അങ്ങോട്ടേക്ക് എത്തിപ്പെടാനാകാത്ത ഒരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിലാണ് സൈന്യത്തിന്റെ സഹായം തേടിയിരിക്കുന്നത്. ഇപ്പോൾ 41 മരണം ഉണ്ടായിരിക്കുന്നു, 70-ലധികം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. പരിക്കേറ്റവരുടെ എണ്ണം ഇനിയും കൂടുമെന്നുള്ളത് വ്യക്തതയാണ്. കാരണം ഇപ്പോഴും മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്ന മനുഷ്യനുണ്ട് അവിടെ. ഒപ്പം തന്നെ നിരവധി പേർ വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. ഈ മുണ്ടക്കയിലും ഒപ്പം തന്നെ അട്ടമലയിലും കുടുങ്ങിക്കിടക്കുന്ന പ്രദേശത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തിപ്പെടാൻ സാധിച്ചാൽ മാത്രമേ അതിനകത്ത് കിടക്കുന്ന എത്ര പേർക്ക് ഇനിയും പരിക്കേറ്റിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാവുകയുള്ളൂ. അതെല്ലാം തന്നെ തിരിച്ചറിയണമെങ്കിൽ സൈന്യം എത്തേണ്ടതുണ്ട്. സൈന്യം ഏതാനും മണിക്കൂറുകൾക്കകം, അതായത് കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും പുറപ്പെട്ടു. ആ പുറപ്പെട്ട് അവിടെ എത്തേണ്ടുന്ന സമയം ആർമി വരുന്നു, നേവി വരുന്നു, വായുസേന വരുന്നു. സൈന്യത്തിന്റെ 3 വിഭാഗങ്ങളും വയനാട്ടിലേക്ക് എത്തുന്നു. പ്രധാനമന്ത്രി തന്നെ നേരിട്ട്, അതായത് ഏറ്റവും പുതിയ വിവരം 3 സേനകളും ഇന്ത്യൻ സൈന്യത്തിന്റെ 3 വിഭാഗവും വയനാട്ടിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. നിലവിൽ വീടുകളിൽ പരിശോധന നടത്തുന്നുണ്ട്. ഒരു ഭാഗത്ത് ചൂരൽമലയിൽ വീടുകളിൽ പരിശോധന നടത്തുന്നുണ്ട്. മാത്രമല്ല ഈ പ്രദേശത്ത് 3 തവണയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. നിരവധി കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. നാട്ടുകാർക്ക് വിവരം അറിയിക്കാനുള്ള സംവിധാനമുണ്ട്. നിലവിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരുണ്ടെങ്കിൽ അവരുടെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി ധൈര്യത്തോടുകൂടി നിൽക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ദുരന്തത്തിനാണ് നാട് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. നേരത്തെ വയനാട് 2019 പുത്തുമലയിൽ സംഭവിച്ചതിന്റെ ഇരട്ടി, അതായത് ഇതിന്റെ പകുതി മാത്രമാണ് പുത്തുമലയിൽ സംഭവിച്ചത്. അതിന്റെ ഇരട്ടിയിലേക്ക് വന്നിരിക്കുന്നു. സമീപകാലത്ത് കേരളം കണ്ട സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ദുരന്തത്തിനാണ് വയനാടിന്റെ മണ്ണ് സാക്ഷിയാകുന്നത്. നിലവിളി ശബ്ദങ്ങളുണ്ട്. മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു മനുഷ്യന്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ആ മനുഷ്യനെ, മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ചെളിയിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തകർക്ക് അദ്ദേഹത്തിനരികിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. കാരണം ചെളി പുതഞ്ഞു കിടക്കുന്ന പാതയാണത്. അവിടെ എത്താനാകാതെ രക്ഷാപ്രവർത്തകർ ദുരിതം അനുഭവിക്കുന്നു. തിരിച്ച് ആ ചെളിയിൽ നിന്ന് കരകയറാൻ ഒരു മനുഷ്യൻ പരിശ്രമിക്കുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ആളുകൾ എത്തിപ്പെടുന്നു. 400 കുടുംബങ്ങൾ 2 ഇടങ്ങളിലായി ഒറ്റപ്പെട്ട് വേദനയോടുകൂടി കഴിയുമ്പോൾ അത് കേരളത്തിന്റെ വേദനയായി മാറുകയാണ്. ട്രീ വാലി റിസോർട്ടിൽ 100-ലേറെ പേർ ഒറ്റപ്പെട്ട് കഴിയുന്നു. മുണ്ടക്കയിലെ ട്രീ വാലി റിസോർട്ടിൽ 100-ലേറെ പേർ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. അതിൽ തന്നെ വിദേശികളുണ്ട്, സ്വദേശികളായ ആളുകളുമുണ്ട്, തദ്ദേശീയരുണ്ട്. അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഇടമായി, ഒറ്റപ്പെട്ട തുരുത്തായി അട്ടമല മാറുന്നു, മുണ്ടക്കൈ മാറുന്നു. രക്ഷപ്പെടുത്താൻ ഉള്ള പരിശ്രമങ്ങൾ നടക്കുന്നു. ഏറ്റവും പുതിയ വിവരം, രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എന്നുള്ളത് തന്നെയാണ്. പ്രതിപക്ഷ നേതാവ്, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ്, നേരത്തെ വയനാടിന്റെ MP ആയിട്ടുള്ള രാഹുൽ ഗാന്ധി, ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. വയനാട്ടിലേക്ക് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എത്തുന്നു. മന്ത്രിമാരുടെ സംഘം ഇപ്പോൾ വയനാട്ടിൽ ഉണ്ട്. അതായത് AK ശശീന്ദ്രനും കടന്നപ്പള്ളി രാമചന്ദ്രനും വയനാട്ടിലുണ്ട്. മറ്റ് 3 മന്ത്രിമാർ വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. റവന്യൂ മന്ത്രി K രാജൻ, ഒപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്, മറ്റൊന്ന് OR കേളു, വയനാട്ടുകാരനായ മന്ത്രി OR കേളു എന്നീ മന്ത്രിമാർ വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അതിനു പുറമെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് പുറപ്പെടുന്നു എന്നുള്ള ഒരു വാർത്തയാണ്. അദ്ദേഹം വയനാട്ടിലേക്ക്, സഹോദരി പ്രിയങ്ക ഗാന്ധിയോ, അത് ഔദ്യോഗികമായ സ്ഥിരീകരണം അതിനെ കൈവന്നിരിക്കുന്നു. 2 പേരും വയനാട്ടിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനിടെയാണ് രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുമ്പോഴും ആളുകൾ, അതായത് കയർ കെട്ടി, വടം കെട്ടി എങ്ങനെയെങ്കിലും ഈ മുണ്ടക്കൈയിലേക്കും ഒപ്പം തന്നെ അട്ടമലയിലേക്കും എത്താനുള്ള പരിശ്രമം തുടർന്നു വരികയാണ്. മനുഷ്യത്വത്തിന്റെ വലിയ കാഴ്ച, മനുഷ്യത്വത്തിന്റെ ഒരു കാഴ്ച. ഇവിടെ അകപ്പെട്ടു പോയ കൂടപ്പറപ്പുകളെ രക്ഷിക്കാൻ, വയനാടിന്റെ മണ്ണിൽ, മേപ്പാടിയുടെ മണ്ണിൽ അകപ്പെട്ടു പോയ കൂടപ്പറപ്പുകളെ രക്ഷിക്കാനുള്ള ഒരു വലിയ പരിശ്രമം നടക്കുന്നു. പിഞ്ചു കുട്ടികളടക്കമുള്ളവരുടെ മൃതദേഹങ്ങൾ ുമായി ആളുകൾ, രക്ഷാപ്രവർത്തകർ ഓടി വരുന്ന കാഴ്ച കണ്ണീരണിയിക്കുന്നതാണ്, വേദനയുളവാക്കുന്നതാണ്. മനുഷ്യ മനസ്സിനെ നടുക്കുന്ന കാഴ്ചകളാണ് നടത്തുന്നത്, കാണുന്നത്. നമുക്ക് രക്ഷാപ്രവർത്തനമെല്ലാം തന്നെ ഊർജിതമായി അവിടെ നിന്നും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കാളിദാസ് മനസ്സിലാകുന്നത്.